ഹായ് ഹലോ നമസ്കാരം ചിത്രയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഓയിൽ പാസസ് വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് ഡ്രോയിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ സിമ്പിൾ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ എല്ലാവരും വരയ്ക്കാൻ റെഡി ആയിക്കോളൂ. ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട്. ഞാനിവിടെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ക്യാമലിൻ്റെ ഓയിൽ പാസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സൺസെറ്റ് തീം ആയതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ച് യെല്ലോ റെഡിഷ് തീമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ബേസ് കോട്ടായിട്ട് ഞാനൊരു ലൈറ്റ് യെല്ലോയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സൺസെറ്റിൻ്റെ സ്കൈ തീം വരുന്ന രീതിയിൽ ലൈറ്റ് യെല്ലോ നമ്മൾ ഫസ്റ്റ് ബേസ് ആയിട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഡാർക്കർ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ പേപ്പറിൽ നമുക്ക് ഏതുവരെയാണോ സ്കൈ വേണ്ടത് അതുവരെ നമ്മൾ യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് യെല്ലോ ആഡ് ചെയ്തതിന് ശേഷം ഞാനതിന് മേലെയായിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു യെല്ലോയാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മൾ ഇടയ്ക്ക് ഈ കാണുന്ന വൈറ്റ് പോർഷൻസ് ഒക്കെ കാണുന്നില്ലേ, അവിടെ നമ്മൾ ഈ ഡാർക്കറായിട്ടുള്ള യെല്ലോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് കളേഴ്സും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ബേസ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇടയ്ക്ക് ആ വൈറ്റ് പോർഷൻസ് വരാണ്ട് പേഷ്യൻസോട് കൂടി സാവധാനം ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ബ്ലെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണോ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം. ടൂൾസ് ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണോ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. പിക്ചർ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നേ ഉള്ളൂ. നമുക്ക് ടെക്നിക്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം അതിന് മേലെയായിട്ട് ഞാനൊരു ഓറഞ്ച് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു സൺസെറ്റ് തീം ആയതുകൊണ്ട് തന്നെ അതിലൊരു ഓറഞ്ച് റെഡിഷ് കളറൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഞാനൊരു ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ മൈൻഡിലെ ഇമാജിനേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ കളർ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഓറഞ്ച് റെഡിഷ് യെല്ലോ തീമാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാനവിടെ ഓറഞ്ച് അപ്ലൈ ചെയ്ത് കൊടുത്തത്. നമ്മൾ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ഓറഞ്ച് അധികം പ്രഷർ കൊടുത്ത് ബ്ലെൻഡ് ചെയ്യണമെന്നില്ല. നമുക്കൊരു ക്ലൗഡി എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് അധികം അത് ബ്ലെൻഡായിട്ട് എടുക്കണമെന്നില്ല. അല്ലാണ്ട് അധികം പ്രഷർ കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അതിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആകുന്ന രീതിയിൽ മാത്രം ഞാൻ കൊടുക്കുന്നുള്ളത്. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യുന്ന റെഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ക്ലൗഡി എഫക്റ്റ് കിട്ടാനായിട്ട് സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിൽ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്കൈൻ്റെ റിഫ്ലക്ഷനായിട്ട് തന്നെ വാട്ടറിൽ അതിൻ്റെ ഷെയ്ഡ് വരുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ വാട്ടറിലും ബേസായിട്ട് നമ്മളൊരു ലൈറ്റ് യെല്ലോ കളർ തന്നെയാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്കൈയിലുള്ളതുപോലെ ഷെയ്ഡ്സ് നമ്മൾ വാട്ടറിലും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്.
ബേസ് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ ഓറഞ്ച് കൊടുക്കുന്നത് അധികം പ്രഷർ കൊടുത്ത് ബ്ലെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് അധികം പ്രഷറൊന്നും കൊടുക്കാണ്ട് ഒരു മീഡിയം പ്രഷറിൽ അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് ഐവറി ഷീറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വരയ്ക്കാനായിട്ട്. കുറച്ചും കൂടി സ്മൂത്താണ്. നമുക്ക് നോർമൽ പേപ്പറിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ പേപ്പറിൽ വരയ്ക്കാവുന്ന തന്നെയാണ്. അടുത്തതിൽ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത് ഞാൻ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഷെയ്ഡ് ചെയ്ത് തന്നപ്പോൾ എനിക്ക് അധികം ബ്ലാക്ക് കളറിലൊരു ഫെയ്ഡായിട്ടുള്ള രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിന് മേലെ കൂടി തന്നെ കുറച്ച് ബ്ലാക്ക് കളർ ഓയിൽ പാസ്റ്റൽസ് വെച്ചിട്ട് കൂടി അതിന് മേലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, കറക്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിവിടെ കുറച്ച് ചെടികളൊക്കെ വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഓയിൽ പാസ്റ്റലിൽ കിട്ടുന്നത് പോലെ തന്നെ അത്ര ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് കളർ നമുക്ക് കിട്ടില്ല. കളർ പെൻസിൽ വെച്ചിട്ട് ചെയ്താലും പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ചെയ്താലും കിട്ടത്തില്ല. ജസ്റ്റ് ഒരു ഫെയ്ഡായിട്ടുള്ള രീതിയിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ് ഇതിൻ്റെ മേലെ യൂസ് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഡ്രോയിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതിന് മുന്നേ മൈൻഡിൽ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കൂടുതൽ കളേഴ്സ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൂടുതൽ എക്സ്പെരിമെൻറ്റ്സുകൾ ചെയ്ത് നോക്കുക, സൂപ്പർബായിട്ടുള്ള ആർട്ട് വർക്കുകൾ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ ടിപ്സ് ആൻഡ് ഡ്രോയിങ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വരച്ച് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ കീപ് ക്രിയേറ്റിംഗ് ആൻഡ് സ്റ്റേ പാഷനേറ്റഡ്. നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.